ഹേ ബഡി, വെൽക്കം ടു മൂവി മലയാളി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2004 റിലീസ് ചെയ്ത ഹൗലസ് മൂവിംഗ് കാസൽ എന്നൊരു അടിപൊളി ജാപ്പനീസ് ആനിമിയാണ്. ഈ ഒരു ഫാന്റസി മൂവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ മൂവി മലയാളി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മൂവിയുടെ ആദ്യ സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഹൗലസ് എന്നൊരു വിച്ചിന്റെ കൊട്ടാരം എങ്ങോട്ടോ നടന്നു പോകുന്നതാണ്. അടുത്ത സീനിൽ സുന്ദരമായി തുപ്പി നിർമ്മിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ എന്ന്. സോഫിയ, കട അടയ്ക്കാറായി, നീ ഇറങ്ങുന്നില്ലേ? ഈ തൊപ്പി തയ്ച്ചു തീർന്നിട്ട് ഞാൻ വന്നോളാം, നിങ്ങൾ പൊക്കോളൂ. ഈ സമയത്തായിരിക്കും ഹൗൾസിന്റെ കൊട്ടാരം നടന്നു പോകുന്നത് ഇവരും കാണുന്നത്. ജോലി കഴിഞ്ഞ് സോഫിയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശത്ത് യുദ്ധത്തിനായി പോകുന്ന നിരവധി ജെറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ തിരിച്ചെത്തിയ പട്ടാളക്കാർക്കുള്ള സ്വീകരണ പരിപാടിയും നടക്കുന്നുണ്ട്. നമ്മുടെ സോഫി ആകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ചെറിയ ചേരിയിലൂടെ ആരുടെയോ അഡ്രസ് തപ്പി നടക്കുകയാണ്. പെട്ടെന്നായിരിക്കും അവിടേക്ക് വരുന്ന 2 പട്ടാളക്കാര് ഇവളോട് അപമര്യാദയായി സംസാരിക്കുന്നത്. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ഒരാള് ഇവളുടെ തോളിൽ കൈയിട്ട് ഇവൾ എന്റെ ഒപ്പം വന്നതാണെന്ന് അവരോട് പറയുന്നു. മന്ത്രവാദിയായ അവൻ എന്തോ മന്ത്രം ചെയ്ത് ആ പട്ടാളക്കാരെ ഇവരുടെ വഴിയിൽ നിന്ന് മാറ്റിയ ശേഷം, നിനക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, അവിടേക്ക് ഞാൻ നിന്നെ സുരക്ഷിതമായി എത്തിക്കാം. എന്നാലോ ഇവരുടെ പുറകിലായി കുറേയധികം കറുത്ത രൂപങ്ങൾ ചുമരിൽ നിന്ന് ഇറങ്ങി വരുന്നു. സോഫിയെ രക്ഷിച്ച ഇയാളാണ് നമ്മുടെ കഥയിലെ നായകനായ ഹൗലസ്. ആ രൂപങ്ങളിൽ നിന്നെല്ലാം സാഹസികമായി ഇവളെ രക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഇവർ 2 പേരും കൂടി പറന്നുയരുന്നു. പറക്കുക മാത്രമല്ല, താഴെയുള്ള ആൾക്കാരുടെ കണ്ണിൽ പെടാതെ ഇവർ ആകാശത്തുകൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുത്ത് യാത്രയും പറഞ്ഞ് അവൻ മടങ്ങുന്നു. സോഫിയ ആകട്ടെ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന അവളുടെ സ്വന്തം ചേച്ചിനെ കാണാൻ എത്തിയതായിരുന്നു. സോഫിയെ പോലെ ആയിരുന്നില്ല അവളുടെ ചേച്ചി. അതീവ സുന്ദരിയായ അവളുടെ ചേച്ചിനെ കാണാൻ എത്തിയവരായിരുന്നു ആ ബേക്കറിയിലെ കസ്റ്റമേഴ്സ് എല്ലാം. സോഫിയ ചേച്ചിനെ മാറ്റി നിർത്തി ഹൗലസിനെ താൻ കണ്ടുവെന്നും അയാൾ തന്നെ രക്ഷിച്ചെന്നും പറയുമ്പോൾ, അവനൊരു ദുർമന്ത്രവാദിയാണ് മോളെ, ദൈവത്തോർത്ത് നിനക്ക് അവനോട് പ്രണയമൊന്നും തോന്നല്ലേ, അവൻ നിന്റെ ഹൃദയമെടുത്ത് തിന്നും എന്നൊക്കെ അനിയത്തിയെ ഉപദേശിച്ചു വിടുകയാണ് അവളുടെ ചേച്ചി. നേരം ഇരട്ടി കഴിഞ്ഞിട്ടായിരിക്കും സോഫിയ അവളുടെ കടയിലേക്ക് തിരിച്ചെത്തുന്നത്. വാതിൽ പൂട്ടി ഉള്ളിലേക്ക് നടന്നവൾ പുറകിൽ നിന്നെന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭീമാകാരമായ സ്ത്രീ കടയുടെ ഉള്ളിലേക്ക് നടന്നു വരികയാണ്. കടയിലേക്ക് അതിക്രമിച്ച് വന്നത് കൂടാതെ ആ സ്ത്രീ അവരുടെ കടയെപ്പറ്റി മോശമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കലിപ്പ് വന്ന സോഫിയ അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. വേസ്റ്റിന്റെ വിച്ചായ എന്നോടാണോ നീ ഇറങ്ങിപ്പോകാൻ പറയുന്നത്? അപ്പോഴായിരിക്കും ആ വന്ന സ്ത്രീ ഒരു വിച്ചാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. അന്നേരം തന്നെ ആ വിച്ചിന്റെ 2 അസിസ്റ്റൻസ് ഫാദറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ആ വിച്ചാവട്ടെ ഇവളുടെ അടുത്തുകൂടെ പാസ് ചെയ്തു പോയ ശേഷം, നിനക്ക് എന്റെ ഈ സ്പെല്ലിനെ പറ്റി വേറെ ആരോടും പറയാൻ കഴിയില്ല, പിന്നെ ഹൗലിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് അതവിടെ നിന്ന് പോകുന്നു. കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ സോഫിനെ കാണിക്കുമ്പോൾ അവൾ ഏകദേശം ഒരു 90 വയസ്സായ ആ മമ്മി ആയിട്ടുണ്ടായിരുന്നു. ആ വിച്ച് പോയതിനു ശേഷം തനിക്ക് എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അവൾ കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. ടെൻഷൻ അടിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് വിചാരിച്ച് കൂളായി വന്ന് നോക്കിയപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസമായപ്പോഴേക്കും സോഫിയുടെ ചേച്ചി തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു. അവള് ജോലി സ്ഥലത്ത് ഇല്ലെന്ന് മനസ്സിലാക്കി അവളുടെ ചേച്ചി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കഥ കടച്ചിരിക്കുന്നവള് തന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചേച്ചിയെ കാണിക്കാൻ മടിയായതുകൊണ്ട് തനിക്ക് പകർച്ചപ്പനി പിടിപെട്ടുവെന്നും അതുകൊണ്ട് ചേച്ചി ഇവിടുന്ന് പൊക്കോളാനും പറയുന്നു. ചേച്ചി അവിടുന്ന് പോയെന്ന് മനസ്സിലാക്കി അവള് ആവശ്യമുള്ള സാധനങ്ങളും ഫുഡും എടുത്ത് നാട് വിടാനായി ഒരുങ്ങുന്നു. അവിടെ കണ്ട ഒരു ചരക്ക് വണ്ടിയിൽ കയറി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വിസാർഡ്സും വിച്ചസും താമസിക്കുന്ന മലമുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് നമ്മുടെ സോഫിയ മുത്തശ്ശി. എങ്ങനെയൊക്കെയോ മലയുടെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറി ഒരു ഭാഗത്തായി വിശ്രമിക്കുന്നു. ഈ പല്ലെങ്കിലും തനിക്ക് ബാക്കിയുണ്ടല്ലോ എന്ന് സന്തോഷിച്ച് ആഹാരം കഴിക്കുന്ന നേരത്ത് അടുത്തുള്ള പൊന്തക്കാട്ടിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു മരവടി സോഫിയെ കാണുന്നു. യാത്രയ്ക്ക് ഉപകാരപ്പെടുമെന്ന് ഓർത്ത് സകല ശക്തിയും എടുത്ത് വലിച്ചു പൊന്തിച്ച് നോക്കുമ്പോഴോ ഒരു നോക്കുകുത്തിയായിരുന്നു അത്. സാധാരണയുള്ളതല്ല, വിസാർഡ്സിനൊക്കെ ജോലി ചെയ്തു കൊടുക്കുന്ന ഒരു മാന്ത്രിക നോക്കുകുത്തി. ഇതറിയാവുന്ന സോഫിയ അതിനവിടെ ഉപേക്ഷിച്ച് തന്റെ യാത്ര തുടരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴോ ആ നോക്കുകുത്തി ഇവളെ ഫോളോ ചെയ്ത് വരികയാണ്. എടോ, നീ ഇപ്പൊ മോചിതനാ, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, ദൈവത്തെ ഓർത്ത് എന്നെ ഫോളോ ചെയ്യല്ലേ. എന്നാൽ ഇത് വല്ലതും ആ നോക്കുകുത്തി കേൾക്കുന്നുണ്ടോ? അത് ചാടി ചാടി സോഫിയുടെ അടുത്ത് വന്ന് അവൾക്ക് നടക്കാൻ സഹായത്തിന് ഒരു വാക്കിംഗ് സ്റ്റിക്ക് നൽകുന്നു. നീ വളരെ ദയാലുവാണല്ലോ, എങ്കിൽ എനിക്കൊരു സഹായം കൂടി ചെയ്യാമോ? എനിക്ക് ഇന്ന് രാത്രി തങ്ങാൻ ഒരു വീട് കണ്ടെത്തി തരാമോ? ഇത് കേട്ടാ നോക്കുകുത്തി തിരിഞ്ഞു ചാടി പോകുന്നു.
നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സോഫിയ അവളുടെ യാത്ര ഇതുവരെ നിർത്തിയിട്ടില്ലായിരുന്നു. പെട്ടെന്നായിരിക്കും ഹൗൾസിന്റെ നടക്കുന്ന കൊട്ടാരം ഇവളുടെ നേരെ വന്ന് നിൽക്കുന്നത്. അതിനുള്ള കാരണം ആ നോക്കുകുത്തിയായിരുന്നു. ഇനി മുതൽ നമ്മൾ ആ നോക്കുകുത്തിക്ക് ടേണിപ്പ് എന്ന പേരാണ് നൽകുന്നത്. സാഹസികമായി ഹൗൾസിന്റെ ചലിക്കുന്ന കൊട്ടാരത്തിലേക്ക് കയറിപ്പറ്റി സോഫി ടേണിപ്പിനോട് യാത്രയും പറഞ്ഞ് ഉള്ളിലേക്ക് കടക്കുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇരുട്ട് നിറഞ്ഞ ആ ഹാളിൽ ഒരു മൂലയിലായി നേരിയ തീ കത്തുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് സോഫി കുറച്ച വിറക് അതിന്മേലിട്ട് ചൂട് കിട്ടാനായി അവിടെ ഇരിക്കുന്നു. നിനക്കും ഒരു സ്പെല്ല് കിട്ടി നീ ഇങ്ങനെ ആയി തീർന്നതാണല്ലേ? ഇതിൽ നിന്നും പുറത്തു കടക്കുന്നത് വളരെ പ്രയാസമാണ്. അവിടെ ഉണ്ടായിരുന്നത് ഒരു മാന്ത്രിക തീയായിരുന്നു. ഇത് സംസാരിക്കുന്നത് കേട്ട് സോഫി ആകെ ഞെട്ടിയിരിക്കുന്നു. ഞാൻ കാൽസിഫർ, ഒരു ഡീമനാണ്. നിനക്ക് എന്നിന്മേലുള്ള സ്പെല്ല് മാറ്റാൻ കഴിയുമോ? കഴിയും. അതിന് നീ ഹൗൾസിന്റെ പിടിയിൽ നിന്ന് എന്നെ മോചിതനാക്കണം. ഓഹോ, എങ്കിലൊരു ഡീമനായിട്ടുള്ള കോൺട്രാക്റ്റിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സോഫി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ആരോ വാതിൽ മുട്ടുന്നത് കേട്ടാണ് ഇവൾ എഴുന്നേക്കുന്നത്. ഇത് കേട്ട് ആരോ താഴേക്ക് ഇറങ്ങി വരുന്ന ഒച്ച കേട്ട് അവൾ അതേപടി ഉറങ്ങിക്കിടക്കുന്നു. ഇറങ്ങി വന്ന കുട്ടി സോഫീനെ നോക്കി ഇതാരാണെന്ന് പെറുപെറുത്ത് മന്ത്രം ചെയ്ത് ഒരു വയസ്സിന്റെ വേഷത്തിലേക്ക് മാറി കതക് പോയി തുറക്കുന്നു. യുദ്ധത്തെ പ്രമാണിച്ച് ഈ കുട്ടിയുടെ ബോസിനെ ക്ഷണിച്ചു കൊണ്ടുള്ള കൊട്ടാരത്തിൽ നിന്നുള്ള ഇൻവിറ്റേഷൻ തരാനായിരുന്നു ഇവര് വന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ചു കയറി വരുന്ന ആ കുട്ടി നിങ്ങൾ എങ്ങനെയാണ് ഈ വീടിനുള്ളിൽ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ കാൽസിഫർ ആണ് എന്നെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. ഈ സമയത്ത് തന്നെ വേറൊരു കസ്റ്റമർ വന്നിട്ട് ആ കുട്ടി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. കൂടെ ഇറങ്ങി ചെല്ലുന്ന സോഫിയും പുറത്തെ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. സോഫിനകത്ത് കേട്ടിട്ട് ആ കുട്ടി വാതിലടച്ചിട്ട് പോയി. പുറത്തെ കാഴ്ച കാണുവാനുള്ള ആഗ്രഹത്തിൽ വാതിൽ തുറന്ന് സോഫി എത്തിപ്പെടുന്നത് ഒരു ഇരുളുമൂടിയ സ്ഥലത്തായിരിക്കും. വീണ്ടും വാതിലടച്ചു തുറക്കുമ്പോൾ വേറൊരു സ്ഥലത്തും എത്തുന്നുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്ത് എത്താൻ കഴിയുന്ന ഒരു മാജിക് ഡോർ ആണ് ഇതെന്ന് സോഫിക്ക് മനസ്സിലാകുന്നു. കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആ കുട്ടി സോഫിനെ ക്ഷണിക്കുന്നു. അവൻ ബ്രെഡും ബട്ടറുമാണ് കഴിക്കാൻ എടുക്കുന്നത്. അവിടെയുള്ള പാത്രത്തിൽ ഇറച്ചിയും മുട്ടയും ഒക്കെ ഇരിക്കുന്നുണ്ട്. നിനക്ക് കഴിക്കാനായി ഞാനത് കുക്ക് ചെയ്തുതരാം എന്ന് പറഞ്ഞ് സോഫി കാൽസിഫറിന്റെ അടുത്തേക്ക് ചെല്ലുന്ന കണ്ട കുട്ടി കാൽസിഫർ മാസ്റ്റർ പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. അവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ നിനക്ക് വേണ്ടിയൊന്നും കുക്ക് ചെയ്യത്തില്ല. നമ്മൾ ഇന്നലെ സംസാരിച്ച ഉടമ്പടിയെ പറ്റി ഞാൻ ഹൗലിനോട് പറയട്ടെ. വീട്ടിലേക്ക് കയറി വന്നത് തനിക്കുള്ള പാരയാണല്ലോ എന്നോർത്ത് കാൽസിഫർ സോഫി പറയുന്നത് കേൾക്കാമെന്ന് അനുസരിക്കുന്നു. കാൽസിഫറിന്റെ മേൽ കുക്ക് ചെയ്യുന്ന സോഫിനെ കണ്ട് ആ കുട്ടി ആകെ അതിശയപ്പെടുകയാണ്. ചായയും കൂടി ഉണ്ടാക്കാനുള്ള കെറ്റില ആ കുട്ടി കൊണ്ടുവരുന്ന സമയത്തായിരിക്കും നമ്മുടെ കഥാനായകൻ അവിടേക്ക് എത്തുന്നത്. നിങ്ങൾ ആരാണ്? കാൽസിഫറിനെ അനുസരണ പഠിപ്പിക്കുന്നത് എളുപ്പമൊന്നുമല്ലല്ലോ. ഞാനാണ് സോഫി മുത്തശ്ശി, ഇവിടത്തെ പുതിയ വേലക്കാരിയായിട്ട് വന്നതാണ്. ഇനിയുള്ളത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹൗൽ പാചകം ഏറ്റെടുക്കുന്നു. പാചകമെല്ലാം കഴിഞ്ഞ് സോഫിനെയും ഇവര് കഴിക്കാനായി ക്ഷണിക്കുന്നു. അങ്ങനെ ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്ക് വെച്ച് ഹൗൽ നിന്റെ പോക്കറ്റിൽ എന്താണെന്ന് സോഫിയോട് ചോദിക്കുന്നു. കാര്യം അറിയാതെ പോക്കറ്റിൽ തപ്പി നോക്കുന്ന അവൾക്ക് ഒരു റെഡ് കാർഡ് കിട്ടുന്നു. അത് ഹൗലിന് കൊടുക്കാൻ നോക്കുമ്പോൾ അവനത് പിടിക്കാൻ പറ്റാണ്ട് അത് ടേബിളിലേക്ക് വീണ് അവിടെ ഒരു അടയാളം തന്നെ ഉണ്ടാകുന്നു. താഴെ വീണ നക്ഷത്രത്തെ സ്വന്തമാക്കിയ ഹൃദയമില്ലാത്തവനെ, നിന്റെ ഹൃദയം എനിക്കുള്ളതാണ് എന്ന് ഹൗൽ ആ അടയാളത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നു. വേസ്റ്റ് വിച്ചിന്റെ ആ എഴുത്ത് കുറച്ച് കഷ്ടപ്പെട്ട് തന്റെ കൈകൊണ്ട് മായ്ച്ചു കളഞ്ഞ ഹൗൽ പെട്ടെന്ന് 100 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ വീടാക്കണമെന്ന് കാൽസിഫറിനോട് ആവശ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. നിങ്ങൾ ആ വേസ്റ്റ് വിച്ചിന്റെ ജോലിക്കാരിയാണോ എന്ന് കുട്ടി മാർക്കൽ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദേഷ്യപ്പെട്ട് സോഫി ബെഞ്ചിലേക്ക് അടിച്ച് ഞാൻ എന്തായാലും ഇത് തിന്നു കഴിഞ്ഞിട്ട് അവളോട് പ്രതികാരം ചെയ്യുമെന്ന് അവനോട് പറയുന്നു. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് അഴുകിയ വീട് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് സോഫി. അവിടെ ഉണ്ടായിരുന്ന സകല ജന്തുക്കളെയും അവൾ തൂത്ത് പുറത്താക്കുന്നു. ചാരം എടുത്തു മാറ്റാനായി കാൽസിഫറിനെ മാറ്റി വെക്കുകയാണ് സോഫി. താൻ അപകടത്തിലാണ്, തന്നെ രക്ഷിക്കണം എന്ന് കാൽസിഫർ പറയുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ കാൽസിഫർ എഴുതി തീർന്ന് അവന്റെ കഥ കഴിഞ്ഞു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഹൗൽ അവന് പിന്നെയും ജീവൻ കൊടുക്കുന്നു. പുറത്തുനിന്ന് കയറി വരുന്ന സോഫിനെ കണ്ട് മാർക്കലിനോട് അവൻ പറയുന്നു, ശ്രദ്ധയില്ലാണ്ട് നടക്കരുതെന്ന് നമ്മുടെ ക്ലീനിങ് ലേഡിയോടൊന്ന് പറയണേ. എന്നിട്ട് ഹൗൽ ഡോർ തുറന്ന് ഒരു നിഗൂഢമായ സ്ഥലത്തേക്ക് ഇറങ്ങി പോകുന്നു. നിങ്ങൾ എന്താ സോഫി ചെയ്തത്? കാര്യം എന്തെന്നറിയാതെ സോഫി നിൽക്കുമ്പോൾ നീ എന്നെ ചൂഷണം ചെയ്തു, ഞാൻ മരിച്ചാൽ ഹൗലും എന്റെ ഒപ്പം വരും, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് 2ാം നില തുടയ്ക്കാനായി സോഫി കയറി ചെല്ലുമ്പോൾ മാർക്കൽ തടഞ്ഞ് ഇപ്പൊ ചെയ്യരുത്, കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് പറഞ്ഞു ഓടുന്നു. പുറകെ കയറി ചെല്ലുന്ന സോഫി ആദ്യമായിട്ടായിരുന്നു 2ാം നിലയ്ക്ക് എത്തിയത്. വൃത്തിയില്ലാതെ കിടക്കുന്ന ബാത്റൂമിന്റെ ജനാല വെറുതെ ഒന്ന് തുറന്നപ്പോൾ പുറത്തെ കാഴ്ചകൾ കണ്ട് സോഫി ആകെ മതിമറിഞ്ഞു നിൽക്കുന്നു. കാൽസിഫർ, നീയാണോ ഇത് ഓടിക്കുന്നത്? ആണെന്ന് അവൻ പറയുമ്പോൾ
എങ്കിൽ നിന്റെ സകല കഴിവും ഞാൻ മേളിൽ നിന്ന് കാണട്ടെ. അത് സമ്മതിക്കുന്ന കാൾസിഫറിന് കുറച്ചും കൂടി എനർജി കിട്ടുന്നു. ബാൽക്കണിയിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണുമായിരിക്കും സോഫിയും മാർക്കിളും. അന്നേരമായിരിക്കും ഒരു കോല് ഇതിൽ സ്റ്റക്കായിരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത്. വലിച്ചെടുക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ടേണിപ്പായിരുന്നു. അവൻ ഇത്രയും ദൂരം എന്നെ ഫോളോ ചെയ്ത് വന്നതാണ്. നിങ്ങളൊരു വിച്ചാണോ? അതെ, ഞാനൊരു ക്ലീനിങ് വിച്ച. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊട്ടാരം ഒരു പുഴയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. ടേണിപ്പിന്റെയും കൂടി സഹായത്തോടെ അവിടെ ഉണ്ടായിരുന്ന മുഷിൻ തുണികൾ ഇവർ അലക്കി വിരിക്കുന്നു. ഇനി കാണിക്കുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ച് ക്ഷീണിതനായി വരുന്ന ഹൗലസിനെയാണ്. ഫ്രഷ് ആവാനായി മുകളിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് വെറുതെ ഹൗലസ് സോഫി കിടക്കുന്നിടത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന് സോഫിയുടെ യഥാർത്ഥ രൂപം കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള സാധനങ്ങളും മറ്റും വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ് സോഫി മാർക്കിളും. ഈ സമയത്ത് തന്നെയായിരുന്നു യുദ്ധത്തിന്റെ ബോംബുകളെല്ലാം എയർഷിപ്പിൽ നിന്ന് ഇവിടേക്ക് വീഴുന്നത്. ഇതുകൊണ്ട് തന്നെ ഒത്തിരി നേരമൊന്നും അവർക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. തിരിച്ച് വീട്ടിലേക്ക് അവരെത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് ബാത്റൂമിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയായിരിക്കും ഹൗൽ. എന്റെ തലയിരിക്കുന്നത് നീ കണ്ടോ? നീ ആ ഷെൽഫിലെ സാധനങ്ങളൊക്കെ മാറ്റി അവിടെയുള്ള സ്മെല്ലൊക്കെ നശിപ്പിച്ചു. ഞാനാകെ വൃത്തിയാക്കുക മാത്രമേ ചെയ്തുള്ളൂ. നിനക്ക് ഭംഗിയുടെ വിലയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹവൽ ഇരുന്ന് കരയുകയാണ്. പെട്ടെന്നായിരിക്കും അന്തരീക്ഷം മാറി കറുത്ത നിഴലുകൾ അവിടേക്ക് കടന്നു വരുന്നത്. മാസ്റ്റർ ഇരുളിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഒരു പെണ്ണ് മാസ്റ്ററിനെ കുഴിച്ചിട്ടപ്പോഴായിരുന്നു അവസാനമായി മാസ്റ്റർ ഇത് ചെയ്തത്. നമുക്ക് ഡൈ അടിച്ച് മുടി പഴയ അവസ്ഥയിലാക്കാം എന്ന് പറഞ്ഞ് സോഫി ഹൗലിനെ തൊടുമ്പോൾ അവന്റെ ശരീരത്തിലെ മെഴുക് അവളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു. ഹൗലിന് ഈ അവസ്ഥ വന്നത് താൻ കാരണമാണല്ലോ എന്നോർത്ത് സോഫി ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്ത് പെയ്യുന്ന മഴയിൽ അവൾ പൊട്ടിക്കരയുമ്പോൾ ടേണിപ്പാണ് കൊടയുമായി വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നത്. ഈ സമയം അങ്ങോട്ടേക്ക് ഓടിവരുന്ന മാർക്കിൾ മാസ്റ്റർ അപകടാവസ്ഥയിലാണെന്ന് സോഫിയോട് പറയുന്നു. ചെന്ന് നോക്കുമ്പോഴോ അവിടെ ആകെ മെഴുക കൊണ്ട് നിറഞ്ഞിരുന്നു. പെട്ടെന്ന് നമുക്ക് ഹൗലിനെ ചൂടുവെള്ളത്തിലിട്ട് കുളിപ്പിക്കാം എന്ന് പറഞ്ഞ സോഫി ഹൗലിനെയും എടുത്തുകൊണ്ട് സ്റ്റെപ്പിൽ കൂടെ നടക്കുമ്പോൾ അവനോടുത്തിരുന്ന ടവലും അഴിഞ്ഞു പോകുന്നു. അടുത്ത ദിവസം ഹവൽ തന്റെ സുന്ദരമായ റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് സോഫി ചൂടുപാൽ അവനെ കുടിക്കാനായി കൊണ്ടുവരുന്നു. അവളെ അവിടെ ഇരുത്തിയതിനു ശേഷം വേസ്റ്റ് വെച്ച് നമ്മുടെ വീട് അന്വേഷിക്കുകയാണ്. അവൾ പാവമാണെന്നോർത്താണ് ഞാൻ അവളുടെ അടുത്തേക്ക് അന്ന് ചെന്നത്. പക്ഷേ അവൾ എന്നെ പേടിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തുനിന്ന് ഒളിച്ചോടി. ഹൗലിന് നമ്മുടെ രാജാവിന്റെ അടുത്ത് ചെന്ന് ഈ യുദ്ധം നിർത്താൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് അവരുടെ സ്വഭാവം ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് എന്തോ ഐഡിയ കിട്ടിയ ഹൗൽ പറയുന്നു, നീ എന്റെ അമ്മയായി കൊട്ടാരത്തിലേക്ക് ചെല്ലണമെന്ന്. അടുത്ത സീനിൽ അവന്റെ അമ്മയായി കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് സോഫി. ഇത് നിന്നെ സുരക്ഷിതയായി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ ഹവൽ ഒരു മോതിരവും അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. താൻ പല വേഷങ്ങളിലും നിന്റെ ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുത്ത് യാത്ര അയക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് നടക്കുന്ന സോഫിയുടെ പുറകെ ഒരു പട്ടിയും നടന്നു വരുന്നു. അതിനെ കണ്ട് അത് ചിലപ്പോ ഹൗലാകാമെന്ന് ഒരു നിഗമനത്തിൽ അവൾ എത്തുന്നു. ഈ സമയത്തായിരിക്കും വേസ്റ്റ് ക്വീൻ പല്ലക്കിൽ അവളുടെ അടുത്തേക്ക് എത്തുന്നത്. ഹേ ചെറിയ തൊപ്പിക്കാരി, ഹൗലിന്റെ അടുത്ത് എന്റെ സന്ദേശം എത്തിച്ചതിന് നന്ദി. എന്നെ അവിടുത്തെ ജോലിക്കാരിയാക്കിയതിന് നിനക്ക് നന്ദി. നീ എന്നെ പഴയ അവസ്ഥയിലേക്ക് മാറ്റണം. എന്റെ മന്ത്രം തിരിച്ചെടുക്കുന്നത് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേസ്റ്റ് ക്വീൻ വളരെ വേഗത്തിൽ പോകുന്നു. കൊട്ടാരത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടത്തെ എന്തോ മന്ത്രം കൊണ്ട് വിച്ചിന്റെ അസിസ്റ്റൻസുകളെല്ലാം ചുരുങ്ങി പോകുന്നു. ഇതുകൊണ്ട് വിച്ചിന് ആരുടെയും സഹായമില്ലാണ്ട് അത്രയും സ്റ്റെപ്പുകൾ കയറണം. സോഫിക്കാണെങ്കിലോ ആ പട്ടിയും എടുത്തോണ്ട് വേണം സ്റ്റെപ്പുകൾ താണ്ടാൻ. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇവരവസാനം മുകളിലേക്ക് എത്തുന്നു. അന്നേരം തന്നെ തന്റെ യഥാർത്ഥ വയസ്സിലേക്ക് തിരിച്ചു വന്ന വിച്ചിന് നടക്കാൻ വേണ്ടി സോഫി അവിടെ വടി കൊടുക്കാണ്. വയ്യാത്ത വിച്ച് അവിടെ കണ്ട ഒരു ഒറ്റ ചെയറിൽ വേഗം കയറിയിരിക്കുമ്പോൾ ആ പട്ടിയെ പിന്തുടർന്നു പോകുന്ന സോഫി രാജാവിന്റെ വിച്ചായ സുലിമാന്റെ അടുത്തേക്ക് എത്താണ്. അവരുടെ കാലിനടിയിൽ കിടക്കുന്ന പട്ടിയെ കണ്ട് അത് തിരക്കുമ്പോൾ ഇത് തന്റെ പട്ടിയാണ്, നിന്നിവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ പറഞ്ഞയച്ചതാണെന്നും സുലിമാൻ പറയാണ്. ഹൗലിനെ പറ്റി തിരക്കുമ്പോൾ അവന് രാജാവിനെ സഹായിക്കാൻ അത്രയൊന്നും കഴിവില്ല. എന്തൊക്കെയാണോ ഹവൽ തനിക്ക് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ സോഫി അവിടെ ഇരുന്ന് പറയാണ്. ഈ സമയത്തായിരിക്കും സുലിമാന്റെ ട്രാപ്പിൽപ്പെട്ട വേസ്റ്റ് വിച്ചിനെ യഥാർത്ഥ രൂപത്തിലാക്കി അവരവിടേക്ക് കൊണ്ടുവരുന്നത്. ഹവൽ ഇവിടെ വന്നിരുന്നെങ്കിൽ വിച്ചിനെ പോലെ തന്നെ അവന്റെയും എല്ലാ ശക്തിയും എടുത്ത് അവനെ പഴയ രൂപത്തിലേക്ക് ഇവരാക്കിയേനെ എന്ന് നടന്നതെല്ലാം കാണുന്ന സോഫിക്ക് മനസ്സിലാകുന്നു. സുലിമാനോട് ദേഷ്യത്തിൽ എഴുന്നേറ്റ് ഹൗൽ ശരിക്കും ആരാണെന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് സോഫിയുടെ യഥാർത്ഥ രൂപം മിന്നിമറിഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ച സുലൈമാൻ, നീ ഹൗലിനെ പ്രണയിക്കുന്നുണ്ടല്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വിമാനത്തിലെത്തുകയാണ് രാജാവ്. അകത്തേക്ക് വന്നയാള് അതിഥികൾ ആരാണ് എന്നൊക്കെ സുലൈമാനോട് ചോദിച്ച് സംസാരിച്ചു നിൽക്കുമ്പോൾ
കൊട്ടാരത്തിനുള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ രാജാവ് സുലൈമാൻ അടുത്ത് നിന്ന് സംസാരിച്ചു പോകുന്നു. അതിനർത്ഥം രാജാവിനെ വേഷം കെട്ടി നേരത്തെ വന്നത് ഹവലായിരുന്നു. സുലൈമാൻ, ഞാനൊരു പ്രശ്നത്തിനായില്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചിട്ട് പൊക്കോളാം. എന്നാൽ ഹവലിന് മുന്നിൽ കിട്ടിയ സുലൈമാൻ അവനെ വെറുതെ വിടുമോ? ഹാലോസിനേഷൻ ഒക്കെ ഉണ്ടാക്കി അവന്റെ പവർ അവരെടുക്കാൻ ശ്രമിക്കുമ്പോൾ സോഫി അവന്റെ കണ്ണടച്ച് ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാണ്. രക്ഷപ്പെടാനായി ഫ്ലൈറ്റിൽ കയറുന്ന അവരോടൊപ്പം ആ വേസ്റ്റ് വിച്ചും പട്ടിയുമുണ്ട്. സോഫിയെ മുന്നിലെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി വിമാനം ഓടിക്കുന്നത് പറഞ്ഞു കൊടുത്ത ഹവൽ, നമ്മുടെ പുറകെ പട്ടാളക്കാർ വരുന്നുണ്ട്, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളെ ഇൻവിസിബിൾ ആക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഹവൽ പട്ടാളക്കാരുടെ ശ്രദ്ധ തിരിക്കുന്നു. ഈ സമയം സുലൈമാന് സോഫിയുടെ തൊപ്പി കിട്ടിയിരുന്നു. അത് ട്രാക്ക് ചെയ്ത് സുലൈമാൻ പട്ടാളക്കാരെ ഇവര് നേരത്തെ താമസിച്ച സ്ഥലത്തേക്ക് അയക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഹവല് കൊടുത്ത മോതിരത്തിന്റെ സഹായത്താല് ഇവരവസാനം ചലിക്കുന്ന കൊട്ടാരം കണ്ടെത്തിയെങ്കിലും വിമാനം നിർത്താൻ അറിയാത്ത സോഫിയ അതിലേക്ക് വിമാനം ഇടിച്ചിറക്കുകയാണ്. അടുത്ത ദിവസം അവരെല്ലാവരും ചേർന്ന് കൊട്ടാരത്തിന്റെ വായ്ഭാഗത്തിലൂടെ ആ പൊട്ടിപ്പൊളിഞ്ഞ പ്ലെയിൻ പുറത്തേക്ക് കളയുന്നു. ശക്തി പോയതുകൊണ്ട് വയസ്സായ വേസ്റ്റ് ഓഫ് വിച്ചിനെ നോക്കുന്നത് സോഫിയാണ്. ഈ സമയം താഴത്തേക്ക് വരുന്ന ഹവൽ, വേസ്റ്റ് ഓഫ് വിച്ചും സുലൈമാന്റെ പട്ടിയുമൊക്കെ ഇവിടേക്ക് എങ്ങനെ എത്തിയത്? എന്നെ നോക്കണ്ട, സോഫിയാണ് ഇവരെവിടെ എത്തിച്ചത്. അത് കേട്ട് ചിരിച്ച ഹവൽ വിടവിലൂടെ അകത്തേക്ക് കടന്ന ടേർണിപ്പിനെയും കാണുന്നു. നീയും ഒരു മന്ത്രം വഴി ഇങ്ങനെ ആയതാണല്ലേ? സുലൈമാൻ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോകണം. ഹവൽ പുറത്തായി ഒരു മാന്ത്രിക കളം വരച്ച് അതിനുള്ളിൽ കൊട്ടാരത്തെ കൊണ്ടുവരുന്നു. കൊട്ടാരത്തിനുള്ളിലും കളം വരച്ച് കാൽസിഫറിന്റെ സഹായത്തോടെ ആ വീടിനുള്ളിൽ പലതരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഈ വന്ന മാറ്റങ്ങളെല്ലാം ബാക്കിയുള്ളവർ ഡെസ്കിന് മേളിലിരുന്ന് ഉറ്റുനോക്കുകയാണ്. നമ്മൾ എത്തിക്കഴിഞ്ഞു, ഇനി എല്ലാവരും ബെഞ്ചിന് താഴേക്ക് ഇറങ്ങിക്കോളൂ. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സോഫിക്ക് തന്റെ സ്വന്തം ജന്മദേശത്തേക്കാണ് വന്നതെന്ന് മനസ്സിലാകുന്നു. അതിനെപ്പറ്റി ഹവലിനോട് പറയാൻ തുടങ്ങുമ്പോൾ അത് കേൾക്കാതെ, നമ്മുടെ വളർന്നു വരുന്ന കുടുംബത്തിന് വേണ്ടി ഒരു ബാത്റൂമും ഒരു ബെഡ്റൂമും കൂടി ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. സോഫിക്കായിട്ടുള്ള റൂം വേറെ ഏതുമല്ല, അവൾ പണ്ട് ജോലി ചെയ്തിരുന്ന മുറിയായിരുന്നു. 3 കളർ ഉണ്ടായിരുന്ന ആ ഡോറിന്റെ ഡയലിൽ 4ാമതായി പുതിയൊരു ഡയലും കൂടി ഹവൽ കൂട്ടിച്ചേർക്കുന്നു. സോഫിയക്കായിട്ടുള്ള തന്റെ സമ്മാനമാണതെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണവൻ. പുഴയും മലയും പൂക്കളുമുള്ള ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അത്. ഈ സ്ഥലം മന്ത്രം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് സോഫി ചോദിക്കുമ്പോൾ കുറച്ച് മന്ത്രം പൂക്കൾക്കായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഹവലും പറയുന്നു. അവിടേക്ക് എത്തിയതിന്റെ സന്തോഷം കൊണ്ട് സോഫിയുടെ പ്രായം കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫിയുടെ കൈ പിടിച്ച് നടന്ന ഹവൽ ദൂരെയായി ഒരു കൊച്ചു വീട് കാണിച്ച്, അതാണ് എനിക്കിഷ്ടമുള്ള ഒളിസ്ഥലം. ചെറുപ്പത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സോഫി, നിങ്ങളൊരു മോൺസ്റ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്റെ ജീവിതം സുരക്ഷിതമാക്കണം, നീ ഇവിടെ ഒരു പൂക്കടയിട്ട് പൂ വിറ്റോളൂ, എനിക്ക് നിങ്ങളെ സഹായിക്കുകയാണ് വേണ്ടത്. ഞാനൊരു സുന്ദരിയല്ല, എനിക്ക് വൃത്തിയാക്കാൻ മാത്രമേ അറിയുള്ളൂ. അവള് പറഞ്ഞത് തിരുത്തി, നീ അതീവ സുന്ദരിയാണെന്ന് പറയാണ് ഹവൽ. ഈ സമയം ഇവിടേക്ക് യുദ്ധവിമാനങ്ങൾ വരികയാണ്. അതാണ് ബോംബുകൾ എന്ന് പറഞ്ഞ് സോഫിയെ ചൂണ്ടിക്കാണിച്ച് ഹവൽ മന്ത്രം ചെയ്ത വിമാനങ്ങളെ ആകാശത്ത് നിർത്തിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞ ഹവലിന്റെ കൈക്ക് എന്ത് കുഴപ്പം പറ്റിയത് സോഫി ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് സുലൈമാന് ജോലി ചെയ്യുന്ന കുറേയധികം ജീവികൾ ഇവരുടെ നേർക്ക് പാഞ്ഞു വരികയാണ്. ഇത് കണ്ട ഉടനെ ഹവൽ ചിറകുകൾ വിടർത്തി സോഫിനെ കൊണ്ട് ആ വീട് ലക്ഷ്യമാക്കി പറക്കുന്നു. എന്നിട്ട് അവളെ വീടിനുള്ളിലേക്ക് ഒറ്റകേറ്. വേറെ സ്ഥലത്തു നിന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന മാർക്കൾ കാണുന്നത് നടും കുത്തി വീണിരിക്കുന്ന സോഫിനെയാണ്. രാത്രി വേസ്റ്റ് ഓഫ് വിച്ചിനെ കിടത്തി സോഫി പോകാൻ നേരത്ത്, നീ പ്രണയത്തിലാണല്ലേ? ഇത് കേട്ട് ശരിയാണെന്ന രീതിയിൽ സോഫി വേസ്റ്റ് ഓഫ് വിച്ചിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്നവൾ തിരിച്ചു ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും പ്രേമിക്കുന്നുണ്ട് ചെറുപ്പക്കാരുടെ ഹൃദയത്തെ. ഈ സമയം പുറത്താണെങ്കിൽ സുലൈമാന്റെ പറക്കും ജീവികൾ ഇവരുടെ വീട് തപ്പാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം ഇവരെ രക്ഷിക്കുന്നത് കാൽസിഫറും. പിറ്റേന്ന് സോഫിയുടെ ചേച്ചി അവളെ അന്വേഷിച്ച് ഇവിടെ എത്തുകയാണ്. വയസ്സായ അവളെ കണ്ടിട്ട് സോഫി എന്ന് വിളിച്ച് ഓടി കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവളുടെ ചേച്ചി. താൻ സുന്ദരനായ ഒരു പണക്കാരനെ കല്യാണം കഴിച്ചുവെന്നും നീ ഇവിടുത്തെ വേലക്കാരിയായിരിക്കാണ്ട് എന്റെ ഒപ്പം വന്ന് താമസിക്കാൻ പറയുമ്പോൾ, ഞാൻ വരുന്നില്ല ചേച്ചി, ഞാൻ ഇവിടെ സന്തോഷവതിയാണെന്ന് പറയുകയാണ് സോഫി. തനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിറങ്ങുന്ന ചേച്ചിയോടൊപ്പം യാത്ര അയക്കാൻ സോഫിയും ഇറങ്ങുമ്പോൾ അവളുടെ ചേച്ചി വെച്ചിട്ട് പോയ ഒരു പൊതി കണ്ട് അത് ചെന്നെടുക്കുന്ന വിച്ച് ആ പൊതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു കറുത്ത രൂപത്തെ എടുത്ത് കാൽസിഫറിന് തിന്നാനായി ഇട്ടുകൊടുക്കുന്നു. അത് തിന്ന കാൽസിഫർ എന്തോ പറ്റി അണഞ്ഞു പോകാണ്. ഇതൊന്നും അറിയാണ്ട് സോഫി ചേച്ചീനെ യാത്ര അയച്ചു വിടുമ്പോൾ അവിടുന്ന് കുറച്ച് മാറിയപ്പോൾ ചേച്ചി വണ്ടിക്കാരനോട്,
എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ അതേപടി ചെയ്തിട്ടുണ്ട്. എന്നെ തിരിച്ച് ഭർത്താവിന്റെ അടുത്തേക്കാക്ക്. ഇപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുക സുലിമാന്റെ വാക്ക് കേട്ട് സ്വന്തം അനിയത്തിയെ വഞ്ചിക്കാൻ വന്നതായിരുന്നു അവളുടെ ചേച്ചി എന്ന്. സോഫിയും അവളുടെ ചേച്ചിയും സംസാരിച്ചത് കേട്ട മാർക്കിൾ, സോഫി ഞങ്ങളെ വിട്ട് പോവാൻ തുടങ്ങുവാണോ? ഇല്ല, ഞാൻ ഇവിടെ വിട്ടു പോകത്തില്ല. നമ്മളൊരു കുടുംബമല്ലേ സോഫി, എനിക്ക് സോഫിനെ ഒത്തിരി ഇഷ്ടമാണ്, എന്നെ വിട്ടു പോവല്ലേ എന്ന് പറഞ്ഞ് ഇരുവരും കെട്ടിപ്പിടിക്കുന്നു. ഉള്ളിലേക്ക് ചെന്ന സോഫി കാൽസിഫറിനെ തിരിച്ചു കൊണ്ടുവരാൻ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. വിച്ചാവട്ടെ കീഴിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് വലിച്ച് അവിടെ മൊത്തം പുകയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാർക്കിളിനോട് ജനാല തുറന്നിടാൻ അവൾ ആവശ്യപ്പെടുമ്പോൾ വിച്ച് വേണ്ട എന്ന് പറയുന്നു. കാൽസിഫർ അണിഞ്ഞുപോയത് കൊണ്ട് തന്നെ സുലൈമാന് അവരുടെ വീട് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് അവിടെ മൊത്തം കുലുങ്ങുമ്പോൾ സോഫി വേഗം ചെന്ന് ആ ജനാല അടയ്ക്കുന്നു. എന്താണ് തങ്ങൾക്ക് നടക്കുന്നതെന്ന് അറിയാണ്ട് സോഫി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവരെ പിടികൂടാനായി ആ കറുത്ത രൂപങ്ങൾ അവിടെ എത്തിയിരുന്നു. അവരുള്ളിലേക്ക് കടക്കാതിരിക്കാൻ വാതിലടച്ച് ഓടുന്ന സോഫി ചെന്നുപെടുന്നത് ആകാശത്തു നിന്ന് വീഴുന്ന നിരവധി ബോംബുകൾക്കിടയിലേക്കാണ്. അന്നേരം തന്നെ അവിടേക്ക് എത്തുന്ന ഹവൽ ഒരു ബോംബിന്റെ ദിശ മാറ്റി അവളെ രക്ഷിക്കുകയാണ്. അവരൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസത്തിൽ സോഫി അവരെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ ആ കറുത്ത രൂപങ്ങൾ ഇവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. ഇത് കണ്ട ഹവൽ സോഫിനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കടക്കാണ്. വീടിനുള്ളിലേക്ക് ആ കറുത്ത രൂപങ്ങൾക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല. ഹവൽ കാൽസിഫറിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്കാക്കുന്നു. അടുത്ത ബോംബുകളുടെ മഴ വരുന്നുണ്ട്. കാൽസിഫറിന് പറ്റുന്നത്ര അവൻ നിങ്ങളെ സംരക്ഷിക്കും. ഞാൻ പുറത്തുള്ളവയെ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ഹവൽ പോകാൻ തുടങ്ങുമ്പോൾ സോഫി പുറകെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അത് തടയുകയാണ്. നിങ്ങൾ അവയോട് ഫൈറ്റ് ചെയ്യരുത്, നമുക്ക് ഈ സമയം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. ഞാൻ ഇത്ര നാളും ഒളിച്ചോടുമായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് സംരക്ഷിക്കാനായി ഒരാളുണ്ട്, അത് നീയാണ്. ഇത് കേട്ട അവൾക്ക് ഹവലിന് തന്നോട് തിരിച്ചും പ്രണയമുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്നാൽ അന്നേരം തന്നെ അവൻ പറന്നു പോയിരുന്നു. സുലിമാന്റെ കീഴിലുള്ള ജീവികളെല്ലാം ഇവരുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ സോഫി ഡോറിന്റെ സഹായത്താൽ വീട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. എന്നിട്ട് രൂപങ്ങൾ അവിടെ ഇല്ല എന്ന് ഉറപ്പായവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഹവൽ അപകടാവസ്ഥയിലാണെന്ന് അവൾ തിരിച്ചറിയുന്നു. തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കടക്കുന്നവൾ ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കി ഹവലിനെ രക്ഷിക്കാൻ കാൽസിഫറിനെയും എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ തനിക്ക് ഇവിടെ വിട്ട് പുറത്തു പോകാൻ കഴിയില്ല, പുറത്തു പോകുകയാണെങ്കിൽ ഈ വീട് മൊത്തം തകർന്നു വീഴും. എന്നാൽ അതൊന്നും കേൾക്കേണ്ട സോഫി കാൽസിഫറിനെ വീടിന് പുറത്ത് എത്തിച്ചപ്പോൾ തന്നെ ആ വീട് മൊത്തം തകർന്നു വീഴുന്നു. പുറത്താണെങ്കിൽ ഈ സമയം മഴ പെയ്യുന്നത് കൊണ്ട് കാൽസിഫറിനെ ഒരുപാട് നേരം പുറത്തു നിർത്താനും കഴിഞ്ഞിരുന്നില്ല. ബാക്കിയുള്ളവരെ വിളിച്ച് പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് വീണ്ടും കയറുന്ന സോഫി കാൽസിഫറിനോട് ഹവലിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ പറയുകയാണ്. അതിനായി കാൽസിഫറിന് കുറച്ചും കൂടി ശക്തി വേണമായിരുന്നു. അതുകൊണ്ട് സോഫിയുടെ മുടി അവൻ തിന്നുകയാണ്. അങ്ങനെ ശക്തനായ കാൽസിഫർ വീടിന്റെ വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് ഇവർക്ക് സഞ്ചരിക്കുന്ന രീതിയിൽ ഒരു വണ്ടിയാക്കി എടുക്കുന്നു. നിന്നെ എന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചത് കൊണ്ട് തന്നെ നിന്റെ കണ്ണും ഹൃദയം വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സോഫിയോട് പറഞ്ഞുകൊണ്ട് കാൽസിഫർ യാത്ര ആരംഭിക്കുന്നു. ഇതെല്ലാം കേട്ട വിച്ചിന് മനസ്സിലാവുകയാണ് ഹൗലിന്റെ ഹൃദയമാണ് ഈ കാൽസിഫർ എന്ന്. ഹൃദയത്തോട് കൊതിയുള്ള ആ വിച്ച് കാൽസിഫറിനെ അവിടെ നിന്ന് എടുത്തു കയ്യിൽ പിടിക്കുന്നു. എന്നാൽ ഇത് സോഫി വൈകിയാണ് കണ്ടത്. കാൽസിഫറിന് അപകടം പറ്റിയത് കൊണ്ട് തന്നെ ആ വീട് വീണ്ടും പൊളിയാൻ ആരംഭിച്ചു. സോഫി വിച്ചിനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാൽസിഫറിനെ വിട്ടുകൊടുക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. തന്റെ ശരീരം കാൽസിഫറിന്റെ തീയിൽ പെട്ടെന്നറിഞ്ഞിട്ടും ആ വിച്ച് ഹൃദയം തിരിച്ചു കൊടുക്കുന്നില്ല. വിച്ചിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാണ്ട് വെള്ളം അതിന്റെ മേലിലേക്ക് കോരി ഒഴിക്കുകയാണ് സോഫി. പെട്ടെന്ന് ഇവർ നിന്നിരുന്ന വണ്ടി രണ്ടായി പൊളിഞ്ഞ് സോഫിയും ആ പട്ടിയും കൊക്കയിലേക്ക് വീഴുന്നു. ഒത്തിരി താഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് വേറൊന്നും പറ്റിയിരുന്നില്ല. കാൽസിഫറിന്റെ മേളിലേക്ക് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ഹൗലും കാൽസിഫറും അപകടത്തിലാണ്. താൻ ഒറ്റ ഒരാൾ കാരണമാണ് ഇതെല്ലാം നടന്നതെന്ന് ഓർത്ത് സോഫി പൊട്ടിക്കരയുന്നു. അന്നേരമായിരിക്കും ഹവൽ ഇട്ടുകൊടുത്ത ആ മോതിരത്തിൽ നിന്ന് ഒരു വെളിച്ചം ദൂരേക്ക് പോകുന്നത്. ഇത് ശ്രദ്ധിച്ച ആ പട്ടി ഇവളെ അത് വിളിച്ച് കാണിക്കുമ്പോൾ ഹവൽ ജീവനോടെ ഉണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. മോതിരത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഇവളെ ഒരു ഡോറിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുള്ളിലേക്ക് കയറിയ സോഫി അവിടുത്തെ ഡോർ തുറന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹവൽ പണ്ട് താമസിച്ചിരുന്ന ആ കൊച്ചു വീടാണ് ഇതെന്ന്. പുറത്തേക്ക് ഇറങ്ങി അവൾ കാണുന്നത് ഒരു നക്ഷത്രമഴയായിരുന്നു. അവിടുന്ന് ദൂരെയായി ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഹവലിന്റെ ചെറുപ്പകാലമാണ്. അത് മനസ്സിലാക്കിയ സോഫിയ അവന്റെ അടുത്തേക്ക് ഓടുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം ഇവന്റെ നേരേക്ക് വരികയും അതിനെ പിടിച്ച ഹവൽ തന്റെ ശരീരത്തേക്ക് അത് ആവാഹിക്കുന്നു. അങ്ങനെ അന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതാണ് കാൽസിഫർ. ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയ സോഫി അവിടെ തരിച്ചു നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ ഇത്ര നേരം കിടന്ന ആ മോതിരം പെട്ടെന്ന് പൊട്ടുന്നു.
അങ്ങനെ ആ ലൂപ്പിൽ നിന്ന് അവൾ പുറത്തു കടക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് പോകാൻ സമയമായെന്ന് മനസ്സിലാക്കിയ സോഫി ഉറക്കെ ഹവലിനെയും കാൾസിഫറിനെയും വിളിച്ച് തന്റെ പേര് സോഫി എന്നാണെന്നും താൻ നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിൽ കാത്തിരിക്കുമെന്നും പറഞ്ഞു പോകുന്നു. ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി അവർ നേരെ എത്തുന്നത് ഹവലിന്റെ മുമ്പിലേക്കാണ്. താൻ വരുന്നതിനെ പറ്റി ഹവലിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അവശനായിരിക്കുന്ന ഹവലിന് ഒരു കിസ് കൊടുത്ത് എന്നെ കാൾസിഫറിന്റെ അടുത്ത് എത്തിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ വയ്യാഞ്ഞിട്ടും അവൻ അവൾക്ക് വേണ്ടി കാൾസിഫറിന്റെ അടുത്തേക്ക് അവളെ എത്തിക്കുന്നു. മാർക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ വണ്ടിയുടെ പൂർണ്ണ നിയന്ത്രണം ടേണിപ്പ് ഏറ്റെടുത്തിരുന്നു. അവളെ അവിടെ എത്തിച്ചുടൻ ഹവലിന്റെ ശക്തിയെല്ലാം പോയി അവൻ അവിടെ കുഴഞ്ഞു വീഴുന്നു. കാൾസിഫർ എടുക്കാനായി വിച്ചിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ എന്നെ നോക്കണ്ട, എന്റെ കയ്യിൽ ഒന്നുമില്ല. സോഫി നേരെ ചെന്ന് വിച്ചിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും ചോദിക്കുന്നു. അവളുടെ സ്നേഹത്തിനോളം വിച്ചിന്റെ ആഗ്രഹം അവിടെ ഒന്നുമല്ലായിരുന്നു. ഹവലിന്റെ ഹൃദയം തിരിച്ചു കൊടുത്ത വിച്ചിന് അവളൊരു ഉമ്മ കൊടുത്ത് കാൾസിഫറിനെ എടുത്തുകൊണ്ട് ഹവലിന്റെ അടുത്ത് ചെന്നിരിക്കുന്നു. കാൾസിഫർ, ഹവലിന് ഞാൻ അവന്റെ ഹൃദയം തിരിച്ചു കൊടുത്താൽ നീ മരിക്കുമോ? ഇല്ലെന്ന കാൾസിഫറിന്റെ മറുപടി കേട്ട് സോഫി പ്രാർത്ഥിച്ച ശേഷം അവന് ഹൃദയം തിരിച്ചു കൊടുക്കുന്നു. അന്നേരം തന്നെ കാൾസിഫർ അവിടെ നിന്ന് മോചിതനായി അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് എത്തിയിരുന്നു. ഈ സമയം ശക്തി ക്ഷയിച്ച ടേണിപ്പിന് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. അത് കൊക്കയിലേക്ക് വീഴാണ്ട് അവന്റെ അവസാന ശക്തി വെച്ചെങ്കിലും അവൻ തടഞ്ഞ് ഇവരെ സുരക്ഷിതരാക്കുന്നു. എന്നാൽ പാവൻ ടേണിപ്പ് അവൻ പിന്നെ അനങ്ങുന്നില്ല. ഇത് കണ്ട് വിഷമിച്ച് തനിക്ക് ഇത്രത്തോളം സഹായം ചെയ്ത ടേണിപ്പിന് അവളൊരു അന്ത്യചുംബനം നൽകുന്നു. അതീവ സ്നേഹമുള്ള ഒരാളുടെ ചുംബനമായിരുന്നു ടേണിപ്പിനെ അവന്റെ സ്പെല്ലിൽ നിന്ന് മോചിതനാക്കേണ്ടിയിരുന്നത്. അത് സോഫിയ നൽകിയത് കൊണ്ട് തന്നെ നമ്മുടെ ടേണിപ്പ് അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ ടേണിപ്പ് അടുത്ത രാജ്യത്തിലെ ഒരു രാജകുമാരനായിരുന്നു. ശാപം കിട്ടി ഈ രാജകുമാരൻ ഒരു നോക്കുകുത്തിയുടെ രൂപത്തിലേക്ക് ആയതാണ്. എന്റെ അധികാരം കൊണ്ട് എനിക്ക് ഈ യുദ്ധം നിർത്താൻ കഴിയും. ഞാനത് നിർത്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നേക്കാം. ഇപ്പോഴായിരിക്കും ഇവിടെ നടക്കുന്നത് സുലിമാന്റെ പറ്റി അവളെ കാണിക്കുന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഇതായിരുന്നോ ഇതിന്റെയൊക്കെ അവസാനം? സുലിമാൻ അവളുടെ അസിസ്റ്റൻസിനോട് പറയുകയാണ് അധികാരികളോട് യുദ്ധം നിർത്താനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ചെന്ന് പറയാൻ. ഇവിടെ കാൾസിഫർ ആവട്ടെ അവൻ ഇവരെല്ലാം വിട്ട് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ആകാശത്തിനിടയിലൂടെ പറന്നു പോകുന്ന നമ്മുടെ ചലിക്കുന്ന കൊട്ടാരത്തെയാണ്. മാർക്കിളും പട്ടിക്കുട്ടിയും അവിടെയുള്ള ഗാർഡനിൽ ഓടിച്ചാടി നടക്കുമ്പോൾ സോഫിയും ഹൗലും അവരുടെ സ്നേഹം പങ്കിടുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചിട്ട് നമ്മുടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ആനിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.